ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്നാഗ്രഹിച്ച സ്വപ്നഭവനം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് കയ്പമംഗലം സ്വദേശിനി ഷൈനി എന്ന വീട്ടമ്മ. ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് വിഷുക്കൈനീട്ടമായി ബൈത്തുന്നൂർ ഭവനം നിർമ്മിച്ചു നൽകിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനാകെ മാതൃകയായ ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 9ാമത്തെ വീടാണ് ഷൈനിക്ക് വിഷുക്കൈനീട്ടമായി ലഭിച്ചത്. 2 പെൺമക്കളടങ്ങുന്ന നിർധന കുടുംബമായിരുന്നു ഷൈനിയുടേത്. ഭർത്താവ് സുധാകരൻ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ വീട്ടിൽ ഷൈനി തനിച്ചായി. കാറ്റിലും മഴയിലും വീടിന്റെ ഓരോ ഭാഗം തകർന്നു വീഴുമ്പോഴും യാതൊരു പരിഭവങ്ങളുമില്ലാതെ ഷൈനി വീടിന് കാവലിരുന്നു. ഇക്കഴിഞ്ഞ മഴയിൽ വീടിന്റെ ഒരു മുറിയൊഴികെ ബാക്കി ഭാഗം നിലംപൊത്തി. അതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും അയൽവാസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലായി. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നീണ്ട കാത്തിരിപ്പായിരുന്നു ഫലം. ഇതിനിടയിലാണ് ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഷൈനി അപേക്ഷ സമർപ്പിക്കുന്നത്. ഷൈനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യവും ഷൈനിയെ തേടിയെത്തി. ഈ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ വീട് ഷൈനിക്ക് നിർമ്മിച്ചു നൽകിയത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചത്. വീട് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഷൈനി. ഞാൻ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ ഞാൻ താമസിച്ചിരുന്നത്. എനിക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ട് ആരും എനിക്കൊന്നും ചെയ്തു തരാൻ ഇല്ല. എൻ്റെ സഹോദരന്മാർ അവർക്ക് തന്നെ അവർ തന്നെ ഒരു ഇതിനെ ജീവിക്കുന്നത്. അപ്പോൾ ആരും അങ്ങനെ ഇല്ലാണ്ടായ ഇതിൽ ഞാൻ ശുക്ർ അവരോടൊന്ന് പറഞ്ഞു, എനിക്ക് എങ്ങനെ വീട് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ സഹായത്തിൽ എനിക്ക് ഇങ്ങനെ വീടുണ്ടാക്കി തന്നത് ഞാൻ നന്ദി പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്നും അസുഖവും അങ്ങനെയൊക്കെ ആയിട്ട്, എന്നാലും വീട് എനിക്ക് ഇത് കിട്ടിയാൽ എനിക്ക് നന്ദി അവരോട് തന്നെ, ഇവരോടും ദൈവത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതും 100 വർഷം പഴക്കം എത്തിന്ന് പഴമക്ക അവിടെ കൊണ്ടുവരുമ്പോഴേ കുറേ പഴക്കെത്തിയ വീടായിരുന്നു. പിന്നെ അതിന് ഇടയ്ക്കൊക്കെ ഞാൻ ലോണൊക്കെ എടുത്തു കഴിഞ്ഞ് ഇത് അങ്ങനെ ലോൺ എടുത്ത് അടച്ചിട്ട് അതിനൊന്ന് പുതുക്കി. പിന്നെ എനിക്ക് വയ്യാണ്ടായപ്പോൾ ഒന്നിനും പറ്റാണ്ടായി. ലളിതമായി നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA വീടിന്റെ താക്കോൽ ഷൈനിക്ക് കൈമാറി. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. മജ്ലിസുന്നൂർ അമീർ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ചിറക്കൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് മാണിയത്ത്, സെക്രട്ടറി യൂസഫ് അന്താർത്തറ, ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പുതിയ വീട്ടിൽ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹിമാൻ, സിറാജ് വലിയകത്ത്, മൂസാൻ പള്ളിപ്പറമ്പിൽ, ഹനീഫ ചുങ്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് KPSC നാടകം ഗാനത്തിലൊന്നും ഒരു പ്രധാനപ്പെട്ട പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്ര തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്നൊരു വാചകം പ്രധാനമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ പെൺകുട്ടികൾ കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലാതെ അമ്മ വേവലാതിപ്പെടാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സുരക്ഷിതമായി ഒക്കെ താമസിപ്പിക്കുക, നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വളരെ സുരക്ഷിതമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വിഷുവൊക്കെ ഉള്ള സമയത്ത് വളരെ സന്തോഷപൂർവ്വം അല്ലേ, വിഷുവിൻ്റെ പറയാൻ പറ്റാത്ത അതാണ് അത് ചെയ്തതെന്ന് എല്ലാവരോടുമുള്ള ഒരു നന്ദിയാണത് യഥാർത്ഥത്തിൽ.